ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ പെരിങ്ങളം NSS യൂണിറ്റിലുള്ള വിദ്യാർത്ഥികളാണ്. ഞങ്ങളാണ് നിങ്ങൾക്കിവിടെ കഥയും കവിതകളും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കഥയും കവിതയും കേൾക്കാൻ ഇഷ്ടമല്ലേ കൂട്ടുകാരെ? അപ്പം നമുക്ക് കേട്ടാലോ ഓരോ കവിതയും കഥയും എല്ലാം. ഒരു ABCD പാട്ട്. എയും ബിയും സിയും ഡിയും ഇയും എഫും ജിയും ഐയെ കാണാൻ ജെയുടെ കൂടെ KL വഴിയെ പുറപ്പെട്ടു. MN ബസ്സിൽ ഒപ്പിക്കൂടി QR ടൗണിൽ ചെന്നപ്പോൾ STUV അവരെ കാത്ത് W റോഡിൽ നിൽക്കുന്നു. Xും Yയും അവരോടൊത്തുടൻ Zലേക്ക് കുതിക്കുമ്പോൾ അയ്യോ അയ്യുടെ വീടറിയാതെ അക്ഷരമെല്ലാം നിലവിളിയായി. ഉറുമ്പും പ്രാവും. പണ്ടൊരു കാട്ടിൽ ഒരു കുഞ്ഞനുറുമ്പുണ്ടായിരുന്നു. അത് കാട്ടിലൊക്കെ കളിച്ചുല്ലസിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേനൽക്കാലം വന്നത്. കുഞ്ഞനുറുമ്പും മറ്റു മൃഗങ്ങളുമെല്ലാം വേനലിൻ്റെ ചൂട് അസഹനീയമായപ്പോൾ നദിയുടെയും പുഴയുടെയും കുളത്തിൻ്റെയും തീരത്തൊക്കെ അഭയം തേടി. കുഞ്ഞനുറുമ്പ് ചൂട് കുറയ്ക്കുന്നതിനായി ഒരു പുഴയുടെ തീരത്തെത്തി. പുഴയിലിറങ്ങിയ കുഞ്ഞനുറുമ്പ് പെട്ടെന്ന് കാൽ വഴുതി വെള്ളത്തിൽ വീണു. ഈ സമയം പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിൻ്റെ ചില്ലയിൽ സുന്ദരിപ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞനുറുമ്പ് വെള്ളത്തിൽ വീഴുന്നത് കണ്ട സുന്ദരിപ്രാവ് ഉടൻ തന്നെ മരത്തിൽ നിന്ന് ഒരു ഇല കൊത്തിയെടുത്ത് ഉറുമ്പിന് ഇട്ടുകൊടുത്തു. കുഞ്ഞനുറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു. തൻ്റെ ജീവൻ രക്ഷിച്ച സുന്ദരിപ്രാവും ഉറുമ്പും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി. ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ പുഴക്കരയിൽ ഒത്തുകൂടി. വേനൽക്കാലവും കടന്നുപോയി. എന്നാലും ഉറുമ്പ് തൻ്റെ സുഹൃത്തിനെ കാണാനായി പുഴക്കരയിൽ പതിവായി എത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ പുഴക്കരയിൽ എത്തി. അയാൾ സുന്ദരിപ്രാവിനെ കാണാനിടയായി. വേട്ടക്കാരൻ തൻ്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് പ്രാവിനെ ഉന്നം വെച്ചു. ഈ സമയം അവിടെ എത്തിയ കുഞ്ഞനുറുമ്പ് ഇത് കണ്ടു. അവൻ ഉടൻ തന്നെ തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാനായി ആ വേട്ടക്കാരൻ്റെ കാലിൽ സർവ്വശക്തിയുമെടുത്ത് ഒരു കടി വെച്ചു കൊടുത്തു. വേട്ടക്കാരന് തൻ്റെ ഉന്നം പിഴച്ചു. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു. എന്നാൽ വെടിയുടെ ശബ്ദം കേട്ട അപകടം മനസ്സിലാക്കിയ സുന്ദരിപ്രാവ് അവിടെ നിന്ന് പറന്നുപോയി. വേട്ടക്കാരൻ പോയതിനു ശേഷം തിരിച്ചു വന്ന സുന്ദരിപ്രാവ് തൻ്റെ ജീവൻ രക്ഷിച്ച കുഞ്ഞനുറുമ്പിന് നന്ദി പറഞ്ഞു. നല്ല കൂട്ടുകാരായി അവർ പിന്നെയും ഒരുപാട് നാൾ ആ കാട്ടിൽ താമസിച്ചു. കുട്ടികളെ, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എങ്കിൽ നമുക്കൊരു കഥ കേൾക്കാം. ഒരു സിംഹത്തിൻ്റെയും ഒരു ചുണ്ടലിയുടെയും കഥ. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹവും ഒരു ചുണ്ടലിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം സിംഹം വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു ചുണ്ടലി കടന്നു വന്നു. ഉറങ്ങുന്ന സിംഹത്തെ കണ്ട് ചുണ്ടലി അതിൻ്റെ മുകളിൽ കയറി കളിക്കാൻ തുടങ്ങി. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സിംഹം ഉണർന്ന് ഗർജിച്ചു. ആരാണെൻ്റെ ഉറക്കത്തെ ശല്യപ്പെടുത്തുന്നത് എന്നു പറഞ്ഞ് ചുണ്ടലിയെ വാലിൽ പിടിച്ച് തൂക്കി. പേടിച്ചു വിറച്ച ചുണ്ടലി സിംഹത്തോട് അപേക്ഷിച്ചു. അല്ലയോ പ്രഭോ, എന്നെ ഭക്ഷിച്ചാൽ അങ്ങയുടെ വയറ് നിറയുകയില്ല. എന്നെ വെറുതെ വിട്ടാൽ പിന്നീട് അങ്ങയെ ഞാൻ സഹായിക്കാം. ഇതു കേട്ട സിംഹം പരിഹസിച്ചു കൊണ്ട് ചിരിച്ചു. ഹ ഹ ഹ, എൻ്റെ ഒരു വിരലിൻ്റെ വലുപ്പം പോലും ഇല്ലാത്ത നീ എന്നെ സഹായിക്കുകയോ? എങ്കിലും സിംഹം എലിയെ വെറുതെ വിട്ടു. കുറച്ചു നാളുകൾക്ക് ശേഷം ഭക്ഷണം തേടി സിംഹം കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് സിംഹത്തിൻ്റെ മീതെ വല വീണു. സിംഹത്തിന് അപകടം മനസ്സിലായി. സിംഹം ഗർജിക്കാൻ തുടങ്ങി. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആ ശബ്ദം കാട് മുഴുവൻ കേൾക്കാൻ തുടങ്ങി. കരച്ചിൽ കേട്ട ചുണ്ടലിക്ക് കാര്യം മനസ്സിലായി. സിംഹരാജൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചുണ്ടലി പാഞ്ഞെടുത്തു. അവിടെ ചെന്നപ്പോൾ കണ്ടത് വേടൻ്റെ വലയിൽ കുടുങ്ങിയ സിംഹത്തെയായിരുന്നു. ഇതുകണ്ട ചുണ്ടലി സിംഹത്തെ സമാധാനിപ്പിച്ചു. പ്രഭോ, അങ്ങ് ഭയപ്പെടേണ്ട, ഞാൻ അങ്ങയെ രക്ഷിക്കാം എന്നു പറഞ്ഞ് ചുണ്ടലി വളരെ വേഗത്തിൽ തന്നെ വല കടിച്ചു മുറിച്ചു. സിംഹരാജൻ രക്ഷപ്പെട്ടു. അന്നു മുതൽ സിംഹവും ചുണ്ടലിയും വലിയ സുഹൃത്തുക്കളായി. കൂട്ടുകാരെ, ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരാളുടെയും ശരീരം കണ്ട് അവരുടെ കഴിവുകളെ വിലയിരുത്തരുത്, കളിയാക്കുകയും അരുത്. കൂട്ടുകാരെ,
ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരം വരുത്തിയ ആപത്ത്. ഒരിടത്ത് 2 മിടുക്കന്മാരായ പൂവൻകോഴികൾ ഉണ്ടായിരുന്നേ. അവർ 2 കൂടെ ഒരു പിടക്കോഴിയെ സ്വന്തമാക്കാൻ വേണ്ടി വഴക്ക് തുടങ്ങി. എപ്പോൾ തമ്മിൽ കണ്ടാലും അവർ നേർക്കുനേർ പൊരുതുക പതിവായി. ഒരു ദിവസം അവരുടെ അംഗം മണിക്കൂറുകളോളം തുടർന്നു. 2 പേരുടെയും മുഖം കൊത്തുകൊണ്ട് ചോരയൊലിപ്പിച്ച് വികൃതമായി. കൂട്ടുകാർക്ക് മനസ്സിലായോ? കൊത്തി 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 ചോര പൊട്ടിയെന്നാണ് അർത്ഥം. അവസാനം പൂവൻകോഴികളിൽ ഒരാളുണ്ടല്ലോ, തളർന്നു വീണു. മറ്റവൻ സന്തോഷത്തോടെ വിജയം കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ഒരു പുരപ്പുറത്ത് കയറി നടന്നുകൊണ്ട് കൂവിത്തുടങ്ങി. ചോരയൊലിപ്പിച്ച മുഖവുമായി നിൽക്കുന്ന ആ പൂവൻകോഴിയെ വലിയൊരു പരുന്ത് കണ്ടു. തനിക്ക് നല്ല ആഹാരം കിട്ടിയെന്ന സന്തോഷമായി പരുന്തിന്. അവൻ പെട്ടെന്ന് താഴെ ഇറങ്ങി. വിജയാഘോഷം മുഴക്കിക്കൊണ്ടിരുന്ന ആ പൂവനെ റാഞ്ചിക്കൊണ്ട് പറന്നുപോയി. അംഗത്തളർച്ച കാരണം അവന് പരുന്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനൊന്നും കഴിഞ്ഞില്ല. അഹങ്കാരം അവൻ്റെ അന്ത്യം കുറിച്ചു. കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? അഹങ്കാരം വരുത്തിയ ആപത്ത്. മനസ്സിലായോ? അപ്പൂപ്പനും അമ്മൂമ്മയും ചാമ്പങ്ങയും. ഒരിടത്തൊരിടത്തൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അവരുടെ വീടിന് മുന്നിൽ ഒരു ചാമ്പമരം ഉണ്ടായിരുന്നു. ആ ചാമ്പമരത്തിൽ നിറയെ ചാമ്പങ്ങയുണ്ടായി. ചാമ്പമരം മുഴുവൻ ചാമ്പങ്ങ പഴുത്ത് കിടക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മൂമ്മ അപ്പൂപ്പനോട് പറഞ്ഞു, എന്ത് രസമാണ് ഈ പഴുത്ത് കിടക്കുന്ന ചാമ്പങ്ങ കാണാൻ, നമുക്കിത് ആർക്കും കൊടുക്കണ്ട, ഇത് പറിക്കാൻ വരുന്ന കുട്ടികളെ നമുക്ക് ഓടിക്കാം. അപ്പൂപ്പനും പറഞ്ഞു, ശരിയാ, ഇത് ആർക്കും കൊടുക്കണ്ട, നമുക്കും കഴിക്കണ്ട, എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പൂപ്പനും അമ്മൂമ്മയും ചാമ്പയ്ക്ക് കാവലിരുന്നു. അവർ ചാമ്പങ്ങ പറിക്കാൻ വന്ന കുട്ടികളെ എല്ലാം ഓടിച്ചു. അവർ പഴുത്തു ചുവന്ന ചാമ്പങ്ങ സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ ചാമ്പങ്ങ രാത്രിയിൽ ആരോ പറിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവർ ആളെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അതൊരു മരപ്പട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൂപ്പനും അമ്മൂമ്മയും മരപ്പട്ടിയെ എങ്ങനെ പിടിക്കാമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചു. അങ്ങനെ അമ്മൂമ്മയ്ക്കൊരു ബുദ്ധി തോന്നി. അമ്മൂമ്മ പറഞ്ഞു, രാത്രി ആകുമ്പോൾ അപ്പൂപ്പൻ ചാമ്പമരത്തിന് മുകളിലിരിക്കണം. മരപ്പട്ടി വരുമ്പോൾ അതിന് കുലുക്കി താഴേക്കിടണം. ഞാനൊരു വടിയുമായി താഴെ ഇരിക്കാം. ഞാനതിനെ അടിച്ചു കൊല്ലാം. അപ്പൂപ്പൻ സമ്മതിച്ചു. അങ്ങനെ രാത്രിയായി. അപ്പൂപ്പൻ ചാമ്പമരത്തിന് മുകളിൽ പുതച്ചു മൂടിയിരുന്നു. അമ്മൂമ്മ ചാമ്പമരത്തിൻ്റെ ചുവട്ടിലും ഇരുന്നു. കുറേ നേരമായിട്ടും മരപ്പട്ടി വന്നില്ല. അപ്പൂപ്പന് ഉറക്കം വന്നു തുടങ്ങി. അപ്പൂപ്പ അങ്ങനെ ഇരുന്ന് ഉറങ്ങി മരത്തിൽ നിന്ന് താഴേക്ക് വീണു. രാത്രിയല്ലേ, അമ്മൂമ്മയ്ക്കുണ്ടോ കണ്ണ് കാണാൻ പറ്റുന്നു? അമ്മൂമ്മ മരപ്പട്ടിയാണെന്ന് വിചാരിച്ച് അപ്പൂപ്പൻ അടിയോടടി. അപ്പൂപ്പൻ വേദന കൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് തോന്നി, ഇത് മരപ്പട്ടിയുടെ സ്വരമല്ലല്ലോ, ഒരു മനുഷ്യൻ്റെ സ്വരമാണല്ലോ. അമ്മൂമ്മ പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ അത് ആ പാവം അപ്പൂപ്പൻ അടി കൊണ്ട് അവശനായി കിടക്കുന്നു. അമ്മൂമ്മയ്ക്കും വിഷമമായി. പിന്നീട് അവർ എല്ലാവർക്കും ചാമ്പങ്ങ കൊടുക്കാൻ തുടങ്ങി. കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ അവർക്കും സന്തോഷം തോന്നി. ഗുണപാഠം: നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെച്ചാൽ സന്തോഷം ഇരട്ടിയാകും. നമസ്കാരം. ഇന്നൊരു കഥയായാലോ? കഥയുടെ പേര് 2 കാക്കകൾ. ചിന്നുകാക്കയും മിന്നുകാക്കയും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ തമ്മിൽ വെറുതെ ഒരു തർക്കം. ഞാനാണ് നിന്നേക്കാൾ മിടുക്കി. അല്ല, ഞാനാ മിടുക്കൻ. അല്ലെന്നേ, ഞാൻ തന്നെയാ മിടുക്കി. ആര് പറഞ്ഞു? കൂടുതൽ മിടുക്കൻ എന്തായാലും എനിക്ക് തന്നെ. അങ്ങനെയാണോ? എങ്കിൽ നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ശരി, ഞാൻ റെഡി. എന്നാൽ കേട്ടോളൂ, ഇതാണ് പന്തയം. കനമുള്ള സഞ്ചിയും കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കും വിജയി. ശരി, എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ 2 പേരും പന്തയത്തിന് തയ്യാറായി. ചിന്നു ദുഷ്ട മനസ്സുള്ള ഒരു കാക്കയായിരുന്നു.
അവൻ സ്വന്തം സഞ്ചിയിൽ പഞ്ഞിത്തുണ്ടുകൾ നിറച്ചു. മിന്നുവിൻ്റെ സഞ്ചിയിൽ പക്ഷേ ഉപ്പാണ് നിറച്ചത്. ഇരുവരും പറന്നു തുടങ്ങി. ചിന്നു മിന്നുവിനേക്കാൾ ഉയരത്തിൽ പറന്നു. കാരണം അവൻ്റെ സഞ്ചിക്കുള്ളിൽ ഉണ്ടായിരുന്നത് കനമില്ലാത്ത പഞ്ഞിത്തുണ്ടുകളായിരുന്നുവല്ലോ. ഉപ്പു സഞ്ചിയും കൊണ്ട് പറക്കേണ്ടി വന്നതിനാൽ മിന്നുവിന് അത്ര ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞില്ല. കാക്കകൾ പറന്നു തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ മഴ ചാറാൻ തുടങ്ങി. ചിന്നുവിൻ്റെ പഞ്ഞിത്തുണ്ടുകൾ മഴത്തുള്ളികൾ വീണ് നനഞ്ഞു കുതിർന്നു. അവൻ്റെ സഞ്ചിക്ക് ഭാരം കൂടി. മിന്നുവിൻ്റെ സഞ്ചിയിലെ ഉപ്പാകട്ടെ മഴവെള്ളത്തിൽ അലിഞ്ഞു പോവുകയും ചെയ്തു. അതോടെ സഞ്ചിയുടെ കനവും കുറഞ്ഞു. അങ്ങനെ മിന്നു ഉയരത്തിൽ പറക്കുകയും പന്തയത്തിൽ വിജയിക്കുകയും ചെയ്തു. ദുഷ്ടനായ ചിന്നുകാക്ക ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു. എന്താണെന്നറിയോ? മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. എപ്പോഴും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ഉപ്പ് കച്ചവടക്കാരൻ്റെ കഴുത. പണ്ട് ഒരു ഉപ്പ് കച്ചവടക്കാരന് ഒരു കഴുതയുണ്ടായിരുന്നു. മഹാമടിയനായിരുന്നു ഈ കഴുത. ഒരു ദിവസം കച്ചവടക്കാരൻ ഒരു ചാക്കു നിറയെ ഉപ്പ് വാങ്ങി കഴുതപ്പുറത്ത് വെച്ച് വീട്ടിലേക്ക് നടന്നു. പാലം കടക്കുമ്പോൾ കാലിടറി കഴുത വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ നിന്ന് കര കയറി വീട്ടിലേക്ക് നടക്കുമ്പോൾ ചാക്കിൻ്റെ ഭാരം വല്ലാതെ കുറഞ്ഞതായി കഴുതയ്ക്ക് അനുഭവപ്പെട്ടു. കുറേ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോയതായിരുന്നു കാരണം. പിന്നീട് വെള്ളത്തിൽ വീഴൽ കഴുത ഒരു പതിവാക്കി. ഭാരം കുറഞ്ഞാൽ സുഖമായി നടക്കാമല്ലോ. കഴുതയുടെ സൂത്രം മനസ്സിലാക്കിയ കച്ചവടക്കാരൻ കഴുതയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഒരു ചാക്കു നിറയെ പഞ്ഞി വാങ്ങി കഴുതപ്പുറത്ത് വെച്ച് കെട്ടി. പതിവ് പോലെ കഴുത വെള്ളത്തിൽ വീണു. പഞ്ഞി വെള്ളം കുടിച്ചു വീർത്തു. ഭാരം അനേകം മടങ്ങ് വർദ്ധിച്ചു. അമിതഭാരം ചുമന്ന അവശനായാണ് അന്ന് കഴുത വീട്ടിലെത്തിയത്. ഗുണപാഠം: മടിയൻ മല ചുമക്കും. ഹലോ കൂട്ടുകാരെ, ഇനി നമുക്കൊരു കഥ കേട്ടാലോ? ചേച്ചി ഒരു കഥ പറഞ്ഞു തരാവേ. പണ്ടേ ആഫ്രിക്കൻ രാജ്യത്ത് ഒരു പ്രത്യേക തരം ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നേ. അച്ചച്ചന്മാരും അമ്മമാരും അമ്മൂമ്മമാരും ചേച്ചിയേട്ടന്മാർ അനിയത്തിമാരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ. ഗോത്രവർഗക്കാരെന്നാണ് അവരെ വിളിച്ചിരുന്നത്. ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ലീഡേഴ്സ് ഉള്ളതുപോലെ അവർക്കും ലീഡേഴ്സ് ഉണ്ടായിരുന്നു. മൂപ്പന്മാരെന്നാണ് അവരുടെ ലീഡർമാരെ വിളിച്ചിരുന്നത്. ഈ മൂപ്പന്മാരെ കാണുമ്പോൾ തിരിച്ചറിയണ്ടേ? അതിനൊരു മാർഗമുണ്ട്. അവരുടെ തലയിൽ മനോഹരമായ തൊപ്പിയുണ്ടായിരുന്നു. ഈ തൊപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ കൂട്ടുകാർക്ക്? ചേച്ചി പറയാം. അവരുടെ തൊപ്പി ഉണ്ടാക്കിയിരുന്നത് മനോഹരമായ ഒരു പക്ഷിയുടെ തൂവലുകൾ കൊണ്ടാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ വീടിന് ചുറ്റും കാണുന്ന കാക്കയുടെയോ പ്രാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴികളുടെ ഒന്നും തൂവലല്ല കേട്ടോ. മറിച്ച് കാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരുതരം പക്ഷി, അതിൻ്റെ തൂവലുകളാണ് അവർ ശേഖരിക്കുന്നത് തൊപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി. ഈ തൊപ്പി ഉണ്ടാക്കുന്നതിന് തൂവലുകൾ ലഭ്യമാവുക എന്നുള്ളത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇത്ര ത്യാഗം സഹിച്ചു വേണം ആ തൂവലുകൾ ശേഖരിക്കാൻ. അതിനുവേണ്ടി ഈ ഗോത്രവർഗ മൂപ്പന്മാരെന്ത് ചെയ്യുമെന്നറിയോ? അവർ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ കൂടിൻ്റെ അടുക്കിലേക്ക്, കാടിൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യും. അങ്ങനെ ആ കൂടിൻ്റെ പ്രവേശന കവാടത്തിൽ അല്പം ചെളി കുഴച്ച് അവിടെ വെച്ചിരിക്കും. എന്നിട്ട് ഈ മൂപ്പന്മാരെന്ത് ചെയ്യുമെന്നറിയോ? അവർ മാറി ഒരു സ്ഥലത്ത് പാത്തിരിക്കും. എന്തിനാണെന്ന് കേൾക്കണ്ടേ? രാവിലെ ആകുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഈ പക്ഷികൾ പുറത്തേക്ക് വരുമ്പോൾ അവർ ഈ ചെളി കാണുമ്പോൾ എന്തായാലും അവർക്ക്
പുറത്തേക്ക് വരാൻ ഇഷ്ടപ്പെടില്ല. ആ പക്ഷികളുടെ ഒരു പ്രത്യേകതയായിരുന്നു അവരുടെ ശരീരത്തിൽ ചെളിയാക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നത്. എന്ത് വില കൊടുത്തും അവരുടെ ശരീരത്തെ നാശമുണ്ടാക്കാതെ അല്ലെങ്കിൽ കേടുപാടുകൾ ഉണ്ടാക്കാതെ അതിൽ ഉപരിയായി അതിൽ പൊടിപടലങ്ങളൊന്നും വരാതെ ആ പക്ഷികൾ അവരെ തന്നെ സൂക്ഷിക്കുമായിരുന്നു. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ കാത്തിരിക്കുന്ന ഈ ആദിവാസി മൂപ്പന്മാർ ഈ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ചെളി, കുഴഞ്ഞിരിക്കുന്ന ഈ ചെളി കണ്ടിട്ട് പക്ഷി പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഈ ചെളി കണ്ടു കഴിയുമ്പോൾ പക്ഷി ഒരിക്കലും ആ ചെളിയിൽ ചവിട്ടി പുറത്തേക്ക് പോകുവാൻ ഇഷ്ടപ്പെടുകയില്ല. കാരണം അവയുടെ ചിറകിൽ അല്ലെങ്കിൽ തൂവലിൽ ഈ ചെളി പറ്റി പിടിക്കുമെന്നുള്ളതാണ്. ആ സമയം കൊണ്ട് ഈ ആദിവാസി മൂപ്പന്മാർ, ഗോത്രവർഗക്കാർ എന്ത് ചെയ്യുമെന്നറിയോ? അവർ അവിടേക്ക് വന്ന് ആ കൂടിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് പക്ഷിയെ പിടിക്കും. പക്ഷിയെ പിടിച്ച് അതിനെ കൊന്ന് അതിൻ്റെ ചിറകിൽ നിന്ന് തൂവലുകൾ ഒന്നൊന്നായി പറിച്ചെടുത്ത് അങ്ങനെ അവർ തൊപ്പി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ കൂട്ടുകാരെ, എന്താണ് നമ്മൾക്കിതിൽ നിന്ന് പഠിക്കുവാനുള്ളത്? ആ പക്ഷി എന്ത് വില കൊടുത്തും തൻ്റെ ശരീരത്തെ ശുദ്ധിയായി സൂക്ഷിക്കുന്നുണ്ടല്ലേ? അതുപോലെ നമ്മുടെ ശരീരം ഈശ്വര നിർമ്മിതമാണ്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ ശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ ഒരു ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്ര നല്ല ചാൻസുകൾ വന്നാലും, എത്ര അവസരങ്ങൾ വന്നാലും, എത്ര പ്രലോഭനങ്ങൾ വന്നാലും, ഇനി മരിക്കേണ്ടി വന്നാലും നമ്മെ തന്നെ നശിപ്പിക്കാതെ നമ്മുടെ മനസ്സിനെ ശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടണം. നല്ല മക്കളായി തീരുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനായി ഈശ്വരൻ നമ്മെ സഹായിക്കട്ടെ. അന്നയും കുറുനരിയും. ഒരിടത്തൊരു സുന്ദരിയായ പെൺകുട്ടിയുണ്ടായിരുന്നു. അന്ന എന്നായിരുന്നു അവളുടെ പേര്. അവൾ വളരെ സുന്ദരിയും സ്നേഹശീലയുമായിരുന്നു. ഒരു ദിവസം കുഞ്ഞ് അന്നയോട് അവളുടെ അമ്മ പറഞ്ഞു, ഞാൻ കുറച്ച് പലഹാരം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് മുത്തശ്ശിയുടെ വീട്ടിൽ കൊടുക്കണം. പക്ഷേ വഴിയിൽ അപരിചിതരെ കാണുകയാണെങ്കിൽ അവരോട് സംസാരിക്കാനൊന്നും നിൽക്കരുത്. അന്ന ആരോടും സംസാരിക്കില്ല എന്ന് തൻ്റെ അമ്മയ്ക്ക് വാക്കും കൊടുത്തിട്ട് പലഹാരങ്ങളുമായി വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അന്ന മുത്തശ്ശിക്കുള്ള പലഹാരങ്ങളുമായി പോകവേ വഴിയിൽ ഒരു ദുഷ്ടനായ കുറുനരിയെ കണ്ടു. ആ കുറുനരി അവളോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവൾ തൻ്റെ അമ്മ പറഞ്ഞ കാര്യം മറന്നുപോയി. അവൾ കുറുനരിയോട് താൻ മുത്തശ്ശിയുടെ വീട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. സൂത്രശാലിയായ കുറുനരി അവളിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിലേക്കുള്ള വഴിയും ചോദിച്ചു മനസ്സിലാക്കി. ഇത് കേൾക്കേണ്ട താമസം ആ കുറുനരി അവളുടെ വീട്ടിലേക്ക് പാഞ്ഞു. മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ കുറുനരി വാതിലിൽ തട്ടി. വാതിൽ തുറന്ന മുത്തശ്ശിയെ കൈകൾ ബന്ധിപ്പിച്ച് അലമാരയിൽ പൂട്ടിയിട്ടു. അതിനുശേഷം മുത്തശ്ശിയുടെ വസ്ത്രവും ധരിച്ച് അന്നയെയും കാത്ത് കട്ടിലിൽ കിടന്നു. മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ അന്ന വാതിൽ തുറന്ന് മുത്തശ്ശി കിടക്കുന്ന കട്ടിലിനടുത്തെത്തി. മുത്തശ്ശിയുടെ കട്ടിലിനരികിലെത്തിയ അന്ന മുത്തശ്ശിയുടെ വലിയ കണ്ണുകളും വലിയ ചെവികളും വലിയ പല്ലുകളും കണ്ട് സംശയിക്കുന്നു. എന്താ മുത്തശ്ശിക്ക് വലിയ കണ്ണുകളായത്? അന്ന ചോദിച്ചു. ഉടൻ തന്നെ മുത്തശ്ശിയുടെ വേഷമിട്ട കുറുനരി പറഞ്ഞു, നിന്നെ നന്നായി കാണുവാൻ വേണ്ടിയാണ്. മുത്തശ്ശിയുടെ ചെവികൾ എന്താ വലുതായത് എന്നായി അന്നയുടെ അടുത്ത ചോദ്യം. നീ പറയുന്നത് നന്നായി കേൾക്കാൻ വേണ്ടിയാണ് എന്ന് കുറുനരി മറുപടി പറഞ്ഞു. എന്തിനാ മുത്തശ്ശിയുടെ പല്ലുകൾ വലുതായത് എന്നായി അവളുടെ ചോദ്യം. നന്നായി ഭക്ഷണം കഴിക്കുന്നതിന് എന്ന് മറുപടി പറഞ്ഞ കുറുനരി അവളുടെ നേരെ ചാടി വീണു. കുറുനരിയാണ് അതെന്ന് മനസ്സിലാക്കിയ അന്ന ഉടനെ ഭയന്നു നിലവിളിച്ചു. കാട്ടിൽ മരം മുറിച്ചു കൊണ്ടിരുന്ന 2 മരം വെട്ടുകാർ അവളുടെ നിലവിളി കേട്ട് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഓടിയെത്തി. അവർ അവിടെ കണ്ട കുറുനരിയെ അടിച്ചോടിക്കുകയും അലമാരയിൽ നിന്ന് മുത്തശ്ശിയെ പുറത്തെടുക്കുകയും ചെയ്തു. സന്തോഷത്തോടെ മുത്തശ്ശി അന്നയെ കെട്ടിപ്പിടിച്ചു. മരം വെട്ടുകാർക്ക് അവരിരുവരും നന്ദി പറഞ്ഞു. എന്നാൽ പിന്നീട് ഒരിക്കലും അന്ന പരിചയമില്ലാത്തവരോട് സംസാരിച്ചില്ല.
അപ്പോൾ എന്താണ് ഈ കഥയുടെ ഗുണപാഠം? അപരിചിതരുമായുള്ള സമ്പർക്കം നമ്മെ പലപ്പോഴും അപകടത്തിൽ കൊണ്ടെത്തിക്കും എന്നല്ലേ? കഥയുടെ പേര് വളർത്തുനായയും ചെന്നായയും. ഒരു ചെന്നായ കാട്ടിലൂടെ വിശന്നു വലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വളർത്തുനായ ആ വഴി വന്നത്. നീ തടിച്ചു കൊഴുത്ത് സുന്ദരനായിരിക്കുന്നല്ലോ, എവിടെ നിന്നാണ് നിനക്ക് ഭക്ഷണം ലഭിക്കുന്നത്? ചെന്നായ ചോദിച്ചു. ജോലിയെടുത്താൽ നിനക്കും ഭക്ഷണം ലഭിക്കും. എൻ്റെ കൂടെ വരാൻ തയ്യാറാണോ? വളർത്തുനായ ചോദിച്ചു. തീർച്ചയായും, പട്ടിണി കിടന്ന് ചാവുന്നതിലും നല്ലതല്ലേ പണിയെടുക്കുന്നത്? ചെന്നായ നായയുടെ കൂടെ യാത്രയായി. അപ്പോഴാണ് ചെന്നായ ഒരു കാര്യം ശ്രദ്ധിച്ചത്. വളർത്തുനായയുടെ കഴുത്തിനു ചുറ്റും ഒരു വലിയ അടയാളം. ഓ, അത് രാത്രിയിൽ എന്നെ കെട്ടിയിടുന്ന ചങ്ങല വലിഞ്ഞു ഉണ്ടായ പാടാണ്, നായ പറഞ്ഞു. ചെന്നായ തിരിഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞു. ചെങ്ങാതി, ഞാനില്ല നിന്റെ കൂടെ. അടിമത്തത്തേക്കാൾ നല്ലത് പട്ടിണി കിടക്കുന്നതാണ്. ഈ കഥയിലെ ഗുണപാഠം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നതാണ്. അധ്വാനത്തിൻ്റെ മഹത്വം. ചമ്പൻപുഴയുടെ തീരത്തെ മരത്തിൽ ചമ്പക്കുരങ്ങനും കുടുംബവും താമസിച്ചിരുന്നു. തനിക്കും കുടുംബത്തിന് വേണ്ടിയുള്ള ആഹാര സാധനങ്ങൾ സ്വന്തമായി കൃഷി ചെയ്ത് അന്തസ്സായി കഴിഞ്ഞു പോകുകയായിരുന്നു. താമസം ഇക്കരെയാണെങ്കിലും കൃഷി ചെയ്യുവാനും വിളവെടുക്കുവാനും പുഴ കടന്ന് അക്കരെ വിശാലമായ കൃഷിയിടത്തിലേക്ക് പോകണം. പുഴ കടക്കാനായി ചമ്പുവിനൊരു തോണിയുണ്ട്. ഇതിൽ കയറിയാണ് ഭാര്യയും കുട്ടിയുമായി അക്കരെ പോയിരുന്നത്. ചമ്പുവിൻ്റെ കൃഷിത്തോട്ടത്തിനടുത്തായി മുന്നലിയും കൂട്ടുകാരും താമസിച്ചിരുന്നു. ചമ്പുവിൻ്റെ തോട്ടത്തിൽ വിവിധ തരം കിഴങ്ങുകളും ധാന്യങ്ങളും കാണുമ്പോൾ മുന്നു പലപ്പോഴും വിചാരിക്കും, ഈ കുരങ്ങനൊന്ന് ഇവിടെ വരാതിരുന്നെങ്കിൽ ഈ കാണുന്ന തോട്ടത്തിലെ വിഭവങ്ങൾ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഇഷ്ടം പോലെ കഴിക്കാമായിരുന്നു. മുന്നു കൂട്ടുകാരുമായി ചേർന്ന് ചമ്പുവിനെ ഇക്കരെ വരാതിരിക്കാനുള്ള വിധിയെപ്പറ്റി ആലോചിച്ചു. ഒരു ദിവസം മുന്നു എലിയും കൂട്ടുകാരും പുഴ നീന്തിക്കടന്ന് അക്കരെ എത്തി. തോണി അക്കരെ തന്നെ ഇരിക്കുന്നുണ്ട്. അവർ എല്ലാവരും തോണിയുടെ അരികിലെത്തി മൂലയൊരു ഭാഗത്തായി കരളാൻ തുടങ്ങി. തുള പരത്തിയതിനു ശേഷം അവർ നീന്തി അക്കരെ എത്തി. വലിയ തോട്ടം സ്വന്തമായി കിട്ടിയതിനുള്ള സന്തോഷം മുന്നു കൂട്ടുകാരുമായി പങ്കിട്ടു. ആഹാഹാ, ആ ചമ്പുകുരങ്ങനും കുടുംബത്തിനും ഇനി ഇവിടെ കാലുകുത്താൻ പറ്റത്തില്ല. നമുക്കിവിടെ എല്ലാ ദിവസവും കുശാലിശാപ്പാട്ട്. മധുരക്കിഴങ്ങ്, മതിയാവോളം മധുരക്കിഴങ്ങ് എല്ലാവരും വയർ നിറയെ തിന്നു. മാസം 5-6 കഴിഞ്ഞപ്പോൾ തോട്ടത്തിലെ വിളവെല്ലാം മുന്നുവും കൂട്ടുകാരും തിന്നു തീർത്തിരുന്നു. പൊടുന്നനെ ഭക്ഷണം കിട്ടാതായപ്പോൾ അവർ 4 പാടും പരക്കം പാഞ്ഞു. മുന്നു മറ്റുള്ളവരോടുമായി പറഞ്ഞു. ചമ്പുവിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ചതിയിലൂടെ തട്ടിയെടുത്തപ്പോൾ നമ്മൾ ഒരുപാട് അഹങ്കരിച്ചു. കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഇവിടെ നല്ല വിളവ് തുടർച്ചയായി ഉണ്ടായിരുന്നുവെന്ന് സത്യം നാം മനസ്സിലാക്കാൻ വൈകിപ്പോയി. ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമായി നാളെ മുതൽ നാം ഇവിടെ കൃഷി ചെയ്യാൻ പോവുകയാണ്. മുന്നു പറഞ്ഞത് എല്ലാവരും ഏകസ്വരത്തിൽ എല്ലാവരും സമ്മതിച്ചു. അവർ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞിരുന്നു. നമ്മൾ സ്വന്തമായി അധ്വാനിക്കാതെ ചതിയിലൂടെ നേടിയെടുക്കുന്നതൊന്നും ശാശ്വതമല്ല എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലയോ? അമ്മക്കുരുവിയുടെ വീട്. പണ്ടൊരു കാട്ടിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ഈ പുഴയിലായിരുന്നു ഒരു ആമ താമസിച്ചിരുന്നത്. ഈ ആമ പുഴയിലും തീരത്തുമായി കളിച്ചുല്ലസിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെയാണ് പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു കുരുവി കൂടുണ്ടാക്കുന്നത് ആമ കണ്ടത്. ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുകളുമൊക്കെ കൊണ്ട് അമ്മക്കുരുവി ദിവസങ്ങളെടുത്തു തൻ്റെ കൂട് നിർമ്മാണം പൂർത്തിയാക്കി. ആ വീട്ടിൽ താമസവും തുടങ്ങി. അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും തൻ്റെ 3 കുഞ്ഞു കുരുവികളുമൊക്കെയായി അവർ ആ വീട്ടിൽ കഴിഞ്ഞു. അമ്മക്കുരുവിയുമായി ആമ പെട്ടെന്ന് തന്നെ ചെങ്ങാത്തത്തിലായി. ദിവസവും പുഴക്കരയിൽ അവർ സംസാരിച്ചിരിക്കുമായിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ അമ്മക്കുരുവിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാൻ ഭംഗിയുമില്ല. മാത്രമല്ല മേൽക്കൂര ഒന്നുമില്ലാത്തതുകൊണ്ട് മഴ പെയ്താൽ നനയുകയും ചെയ്യും. ഇതു കേട്ട അമ്മക്കുരുവി ചിരിച്ചു. എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട. എൻ്റെ പുറന്തോട് തന്നെയാണ് എൻ്റെ കൂട്. മഴ പെയ്യുമ്പോൾ ഞാൻ അതിൽ അഭയം തേടും. ഇത് കേട്ടപ്പോൾ അമ്മക്കുരുവി തൻ്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വീട് പണിയുന്നത്.
മാത്രമല്ല എൻ്റെ വീട് കാണാൻ ഭംഗിയുമില്ല. കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷേ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് താമസിക്കുന്നത്. നിന്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം തരും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത്? അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആമ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. എന്നോട് ക്ഷമിക്കൂ. ഒരു വലിയ വീടുണ്ടാകുക എന്നതല്ല, ആ വീട് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം. അങ്ങനെ ആമയ്ക്ക് വീടിനെക്കുറിച്ചുള്ള തൻ്റെ തെറ്റിദ്ധാരണകൾ എല്ലാം മനസ്സിലായി. അമ്മക്കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി ഒരുപാട് കാലം അവിടെ കഴിഞ്ഞു. ഗുണപാഠം: ഏകാന്തമായ ഒരു മാളികയേക്കാൾ നല്ലത് എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയുന്ന കുടിലാണ്. ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് പൊന്മുട്ടയിടുന്ന താറാവ്. ഒരിടത്തൊരിടത്ത് പാവപ്പെട്ട ഒരു കൃഷിക്കാരന് വളരെ ഭംഗിയുള്ള ഒരു താറാവുണ്ടായിരുന്നു. എല്ലാ ദിവസവും ആ കൃഷിക്കാരൻ കൂട്ടിൽ പോയി നോക്കുമ്പോൾ താറാവ് ഒരു തിളങ്ങുന്ന സ്വർണ്ണ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അയാൾ അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും അങ്ങനെ ധനികനാവുകയും ചെയ്തു. പക്ഷേ ഇത് അധിക നാളൊന്നും നീണ്ടു നിന്നില്ല. എല്ലാ ദിവസവും ഒരു മുട്ട മാത്രം ലഭിക്കുന്നതോർത്ത് അയാൾ നിരാശനായി. പെട്ടെന്ന് ധനികനാകാൻ അയാൾ ആഗ്രഹിച്ചു. ഒരു ദിവസം പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ആശയം ഉദിച്ചു. ഞാൻ ആ താറാവിനെ കൊന്ന് അതിലുള്ള എല്ലാ മുട്ടകളും പുറത്തെടുക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ധനികനാവാം. അത്യാഗ്രഹിതയായ ആ മനുഷ്യൻ ആ താറാവിനെ കൊന്ന് അതിൻ്റെ വയറ് തുറന്നു നോക്കി. പക്ഷേ അയാൾക്ക് ഒരു മുട്ട പോലും കിട്ടിയില്ല. ആ താറാവ് ചത്തുപോവുകയും ചെയ്തു. ഗുണപാഠം: അത്യാഗ്രഹം ആപത്താണ്. ഒരു ഗ്രാമത്തിൽ ബോലേറാം എന്ന് പേരുള്ള ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറേ പശുക്കളുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പശുക്കളെയെല്ലാം തൊട്ടടുത്ത കുന്നിൻചെരിയിൽ മേയാൻ പോകും. അവിടെ ധാരാളം മധുരപ്പുല്ലും തടാകത്തിൽ തെളിനീരുമുണ്ട്. പുല്ല് തിന്നും വെള്ളം കുടിച്ചും പശുക്കൾ സന്തോഷത്തോടെ വൈകുന്നേരം വീട്ടിലേക്ക് പോകും. ബോലേറാമിൻ്റെ പശുക്കളിൽ ഏറ്റവും സുന്ദരിയും ധൈര്യശാലിയുമായിരുന്നു താര. ഒരു ദിവസം അവർ പുല്ല് തിന്നും വെള്ളം കുടിച്ചും സന്തോഷത്തോടെ കുന്നിൻ ചെരുവിൽ ഓടി നടക്കുമ്പോൾ പെട്ടെന്നൊരു പുലി വന്നു. പശുക്കളെല്ലാം ഓടി രക്ഷപ്പെട്ടു. എന്നാൽ താരയ്ക്ക് അധികം ഓടാൻ കഴിഞ്ഞില്ല. അവൾ ഓടി ഓടി ഒരു ഗുഹയിൽ കയറി. ഓടി വന്ന പുലി അവളെ പിടിച്ചു. പുലി പറഞ്ഞു, ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഇന്നത്തെ എൻ്റെ ആഹാരം നീയാണ്. ഇത് കേട്ട് താര ഒട്ടും ഭയമില്ലാതെ പറഞ്ഞു, നീ എന്നെ ഭക്ഷിച്ചോളൂ. അതിനു മുൻപ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. ഞാനൊരമ്മയാണ്. എനിക്ക് ചെറിയൊരു കിടാവുണ്ട്. ഞാൻ തിരിച്ചു വരുന്നതും കാത്ത് അവൾ വീട്ടിൽ നിൽക്കുന്നുണ്ടാകും. ഭക്ഷണം കഴിക്കാനായിട്ടില്ല. പാല് മാത്രമാണ് കുടിക്കുന്നത്. അവൾക്ക് വിശക്കുന്നുണ്ടാകും. ഞാൻ അവൾക്ക് പാല് കൊടുത്ത് ഉടനെ തിരിച്ചു വരാം. ഇത് കേട്ട പുലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറയുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നിനക്കാവില്ല. നിന്നെ ഞാൻ ഭക്ഷിക്കാൻ പോവുകയാണ്. പുലി താരയുടെ അടുത്തേക്ക് ചാടി. ഒട്ടും ഭയമില്ലാതെ ശാന്തമായി താര പുലിയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ബോലേറാമിൻ്റെ പശുവാണ്. അദ്ദേഹം സത്യസന്ധമായാണ് ഞങ്ങളെ വളർത്തിയത്. ഒരു നിമിഷം ആലോചിച്ച് പുലി പറഞ്ഞു, ശരി, എന്നാൽ നീ പോയിട്ട് വാ. താര ഓടി തൻ്റെ കുഞ്ഞിനരികിലെത്തി. അമ്മയെ കണ്ട കിടാവ് സന്തോഷത്തോടെ ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, അമ്മ എന്താണ് വൈകിയത്? അവിടെ ധാരാളം ദുഷ്ടമൃഗങ്ങൾ ഉള്ളതല്ലേ? ഞാൻ പേടിച്ചു പോയി. ഇത് കേട്ട താര പറഞ്ഞു, എല്ലാ മൃഗങ്ങളും ദുഷ്ടരല്ല, അവരിൽ നല്ലവരുണ്ട്. നീ വേഗം പാല് കുടിക്കൂ, എനിക്ക് തിരിച്ചു പോകണം. ഇത് കേട്ട കിടാവ് ചോദിച്ചു, അമ്മ എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? താര കിടാവിനോട് നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട കിടാവ് കരയാൻ തുടങ്ങി. അമ്മ പോവരുത്, പകരം ഞാൻ പോകാം.
അപ്പോൾ താര പറഞ്ഞു, അരുത്, ഞാൻ പുലിക്ക് വാക്ക് കൊടുത്തതാണ്. എനിക്ക് പോയേ മതിയാവൂ. പുലി എന്നെ കാത്ത് വിശന്നിരിക്കുന്നുണ്ടാകും. ഇതും പറഞ്ഞ് താര തിരിഞ്ഞു നടന്നു. അമ്മ പുലിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് കണ്ട കിടാവ് ഓടി അമ്മയുടെ കൂടെ പുലിയുടെ അടുത്തെത്തി. എൻ്റെ അമ്മയെ ഭക്ഷിക്കരുത്, പകരം വിശപ്പകറ്റാൻ എന്നെ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് പശുക്കിടാവിനെ കണ്ട പുലി ആകെ വിഷമിച്ചു. അപ്പോൾ താര പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ചെറുതാണ്, അവൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നെ ഭക്ഷിച്ചോളൂ. മാതൃവാത്സല്യവും പുത്രവാത്സല്യവും ഒരുമിച്ച് കണ്ട പുലി ആകെ സങ്കടപ്പെട്ടു. രണ്ടുപേരെയും ഭക്ഷിക്കാതെ പുലി സന്തോഷത്തോടെ ജീവിക്കാൻ വിട്ടു അവരെ. എന്നും കുന്നിൻ ചെരുവിൽ പുൽമേയ്ക്കാൻ വരുന്ന പശുക്കളിൽ അവരെ മാത്രം നോക്കി നിൽക്കുകയുണ്ടായിരുന്നു പുലി എന്നും. അക്കരെ കാവിലെ ചക്കരമാവിൽ കാക്കച്ചി പെണ്ണിനു കല്യാണം. അക്കരെ കാവിലെ ചക്കരമാവിൽ കാക്കച്ചി പെണ്ണിനു കല്യാണം. മാറിൽ മരതക പൂമാല, മെയിൽ മിന്നുന്ന പൂഞ്ചേല, കൊക്കു തുളച്ചൊരു മുക്കുത്തി, കനകമാറിലും മൈലാഞ്ചി. മാമ്പൂ തോരണം ചാർത്തിയിട്ടേ, മന്ദരിൽ നീലെ വിരിച്ചിട്ടേ, മാവിൻ്റെ ചില്ലയിലല്ലോ പെണ്ണി കല്യാണ പന്തല് പൂപ്പന്തൽ. മാമ്പൂ തോരണം ചാർത്തിയിട്ടേ, മന്ദരിൽ നീലെ വിരിച്ചിട്ടേ, മാവിൻ്റെ ചില്ലയിലല്ലോ പെണ്ണി കല്യാണ പന്തല് പൂപ്പന്തൽ. അക്കരെ മാവിലെ ചക്കരമാവ് കാക്കച്ചി പെണ്ണിനു കല്യാണം. അക്കരെ കാവിലെ ചക്കരമാവിൽ കാക്കച്ചി പെണ്ണിനു കല്യാണം. മാറിൽ മരതക പൂമാല, മെയിൽ മിന്നുന്ന പൂഞ്ചേല, കൊക്കു തുളച്ചൊരു മുക്കുത്തി, കലകമാറിലും മൈലാഞ്ചി. കടലുകളേഴും താണ്ടിയിട്ടേ, കാക്ക ചെറുക്കൻ മണവാളൻ, കാക്കച്ചി പെണ്ണിനു മാലയിടാനായി കൂട്ടിട്ടു ബൂട്ടിട്ടു വന്നപ്പോൾ, കാക്കത്തൊള്ളായിരം കാക്കകൾ കൂട്ടിട്ടു കൈകൊട്ടി പാടി കാക്കാക്ക. ഉറുമ്പും പ്രാവും. പണ്ടൊരു കാട്ടിൽ ഒരു കുഞ്ഞിനുറുമ്പുണ്ടായിരുന്നു. അത് കാട്ടിലൊക്കെ കളിച്ചുല്ലസിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേനൽക്കാലം വന്നത്. കുഞ്ഞിനുറുമ്പും മറ്റു മൃഗങ്ങളുമെല്ലാം വേനലിൻ്റെ ചൂട് അസഹനീയമായപ്പോൾ നദിയുടെയും പുഴയുടെയും കുളത്തിൻ്റെയും തീരത്തൊക്കെ അഭയം തേടി. കുഞ്ഞിനുറുമ്പ് ചൂട് കുറയ്ക്കുന്നതിനായി ഒരു പുഴയുടെ തീരത്തെത്തി. പുഴയിലിറങ്ങിയ കുഞ്ഞിനുറുമ്പ് പെട്ടെന്ന് കാൽ വഴുതി വെള്ളത്തിൽ വീണു. ഈ സമയം പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിൻ്റെ ചില്ലയിൽ സുന്ദരിപ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനുറുമ്പ് വെള്ളത്തിൽ വീഴുന്നത് കണ്ട സുന്ദരിപ്രാവ് ഉടൻ തന്നെ മരത്തിൽ നിന്ന് ഒരു ഇല കൊത്തിയെടുത്ത് ഉറുമ്പിന് ഇട്ടുകൊടുത്തു. കുഞ്ഞിനുറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു. തൻ്റെ ജീവൻ രക്ഷിച്ച സുന്ദരിപ്രാവും ഉറുമ്പും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി. ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ പുഴക്കരയിൽ ഒത്തുകൂടി. വേനൽക്കാലവും കടന്നുപോയി. എന്നാലും ഉറുമ്പ് തൻ്റെ സുഹൃത്തിനെ കാണാനായി പുഴക്കരയിൽ പതിവായി എത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ പുഴക്കരയിൽ എത്തി. അയാൾ സുന്ദരിപ്രാവിനെ കാണാനിടയായി. വേട്ടക്കാരൻ തൻ്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് പ്രാവിനെ ഉന്നം വെച്ചു. ഈ സമയം അവിടെ എത്തിയ കുഞ്ഞിനുറുമ്പ് ഇത് കണ്ടു. അവൻ ഉടൻ തന്നെ തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാനായി ആ വേട്ടക്കാരൻ്റെ കാലിൽ സർവ്വശക്തിയുമെടുത്ത് ഒരു കടി വെച്ചു കൊടുത്തു. വേട്ടക്കാരന് തൻ്റെ ഉന്നം പിഴച്ചു. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു. എന്നാൽ വെടിയുടെ ശബ്ദം കേട്ട അപകടം മനസ്സിലാക്കിയ
സുന്ദരിപ്രാവ് അവിടെ നിന്നും പറന്നുപോയി. വേട്ടക്കാരൻ പോയതിനു ശേഷം തിരിച്ചു വന്ന സുന്ദരിപ്രാവ് തൻ്റെ ജീവൻ രക്ഷിച്ച കുഞ്ഞനുറുമ്പിന് നന്ദി പറഞ്ഞു. നല്ല കൂട്ടുകാരായി അവർ പിന്നെയും ഒരുപാട് നാൾ ആ കാട്ടിൽ താമസിച്ചു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ജർമ്മൻ നാടോടി കഥകളിൽ നിന്നെടുത്ത ഭൂതങ്ങൾ എന്നൊരു കഥയാണ്. ഒരിടത്ത് വളരെ പാവപ്പെട്ടവനായ ഒരു ചെരുപ്പുകുത്തി ഉണ്ടായിരുന്നു. ഒരു ജോഡി ഷൂവിന് വേണ്ട തുകൽ മാത്രമേ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ആ തുകൽ ഷൂവിന് വേണ്ട അളവിൽ മുറിച്ചു വെച്ച് തുന്നൽ നാളെ ചെയ്യാമെന്നു കരുതി ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം രാവിലെ അയാൾ ഷൂ തുന്നാനെത്തിയപ്പോൾ ഷൂ 2 പണി തീർത്ത് മേശപ്പുറത്തിരിക്കുന്നു. അയാൾ ആകെ അത്ഭുത പരതന്ത്രനായി. എന്താണെന്നു പറയേണ്ടതെന്ന് അയാൾക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. അയാൾ ആ ഷൂസുകൾ കയ്യിലെടുത്തു പരിശോധിച്ചു. ഓരോ തുന്നലും കൃത്യമായ സ്ഥാനത്തു തന്നെയാണ്. നല്ല തൊഴിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ തുന്നിയതുപോലെ വളരെ ഭംഗിയായി തുന്നിയിരിക്കുന്നു. ഷൂ തുന്നാൻ കൊടുത്തയാൾ എത്തിയപ്പോൾ ഷൂ നല്ല പാകത്തിന് കൃത്യമായി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അയാൾക്ക് ഷൂ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. സാധാരണ നൽകുന്നതിനേക്കാൾ കൂടുതൽ പണം അയാൾ ചെരുപ്പ് കുത്തിക്ക് നൽകി. ചെരുപ്പ് കുത്തിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അന്ന് ചെരുപ്പ് കുത്തി 2 ജോഡി ഷൂവിനുള്ള തുകൽ വാങ്ങി. രാത്രിയിൽ തന്നെ അയാൾ മുറിച്ചു വെച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ നോക്കിയപ്പോൾ അത്ഭുതം, ഷൂ 2 വീണ്ടും പണി തീർത്തു വെച്ചിരിക്കുന്നു. അന്നും ഷൂ വാങ്ങാൻ വന്നവർ ഷൂവിൻ്റെ മനോഹരമായ പണി കണ്ട് കൂടുതൽ പണം നൽകി. ആ ദിവസം ചെരുപ്പ് കുത്തിക്ക് 4 ഷൂവിനുള്ള തുകൽ വാങ്ങാനുള്ള പണം കിട്ടി. പിറ്റേന്ന് പ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഷൂ പണി തീർന്നിരിക്കുന്നു. അതും ആവശ്യക്കാർ വന്ന് കൊണ്ടുപോയപ്പോൾ ചെരുപ്പ് കുത്തിക്ക് വളരെയധികം പണം കിട്ടി. എത്ര ഷൂവിനു വേണ്ടി രാത്രി മുറിച്ചു വെച്ചാലും അവയെല്ലാം നേരം വെളുക്കുമ്പോൾ ഭംഗിയായി പണി തീർത്തിരിക്കും. ചുരുക്കത്തിൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ചെരുപ്പ് കുത്തി സാമ്പത്തികമായി വളരെയധികം പുരോഗമിച്ചു. ഒരു ദിവസം രാത്രിയിൽ ചെരുപ്പ് കുത്തി ഷൂവിനുള്ള തുകൽ മുറിച്ചതിനു ശേഷം ഭാര്യയോട് പറഞ്ഞു, ഇന്ന് രാത്രി എഴുന്നേറ്റിരുന്ന് ആരാണ് ഈ ഷൂ തുന്നുന്നതെന്ന് നമുക്ക് നോക്കാം. ഭാര്യ സമ്മതിച്ചു. അവർ ഒരു വിളക്കു കത്തിച്ചു വെച്ച് മുറിയുടെ ഒരു മൂലയിൽ ഒളിച്ചിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ കുറച്ച് മനുഷ്യാകാരത്തിലുള്ള നഗ്നഭൂതങ്ങൾ അവിടെ എത്തി. അവർ വന്ന് ചെരുപ്പ് കുത്തിയുടെ മേശയ്ക്ക് മുന്നിലിരുന്ന് മുറിച്ചു വെച്ച തുകലെടുത്ത് അവർ തുന്നാൻ തുടങ്ങി. വളരെ സമർത്ഥമായി ഏതാനും നിമിഷങ്ങൾക്കകം അവർ ഷൂവിൻ്റെ പണി തീർത്തു. പണി തീർത്ത ഷൂ മേശയിൽ വെച്ച് അവർ ഓടിപ്പോയി. പിറ്റേ ദിവസം ചെരുപ്പ് കുത്തിയുടെ ഭാര്യ പറഞ്ഞു, ഈ ചെറിയ ഭൂതങ്ങളാണ് നമ്മളെ സമ്പന്നരാക്കിയത്. നാം അവരോട് നന്ദി കാണിക്കണം. നഗ്നരായി ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ തണുപ്പടിച്ച് ഭൂതങ്ങൾക്ക് വല്ല അസുഖവും പിടിക്കും. ഞാൻ അവർക്കായി കുറച്ച് ചെറിയ ഉടുപ്പുകൾ ഉണ്ടാക്കിയാലോ? നിങ്ങൾ അവർക്ക് വേണ്ട ഷൂവും ഉണ്ടാക്കണം. ഭാര്യ പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിലും ഭർത്താവ് അത് സമ്മതിച്ചു. ഭൂതങ്ങൾക്കുള്ള ഉടുപ്പുകളും ഷൂസുകളും മേശപ്പുറത്ത് വെച്ചു. എങ്ങനെയാണ് ഈ വസ്തുക്കളോട് ഭൂതങ്ങൾ പെരുമാറുകയെന്നറിയാൻ അവർ കാത്തു നിന്നു. അർദ്ധരാത്രിയായപ്പോൾ ഭൂതങ്ങൾ കുതിച്ചെത്തി. അവർ പണി ചെയ്യുവാൻ മേശക്കരികിലെത്തിയപ്പോൾ മേശപ്പുറത്ത് അവർക്കായുള്ള ഉടുപ്പുകളും ഷൂസുകളും. ഒരു നിമിഷം അമ്പരന്നു നിന്ന ഭൂതങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഉടുപ്പുകളും ഷൂസുകളും ധരിച്ച് സുന്ദര കുട്ടന്മാരായി. അവർ സന്തോഷത്താൽ മതി മറന്നു പാടി, വൃത്തിയും ഭംഗിയുമുള്ള കുട്ടികൾ ഞങ്ങൾ, ഇനി മേലൊരിക്കലും ചെരുപ്പ് കുത്തുകില്ല എന്നു പാടി അവർ അത്യാഹ്ലാദത്താൽ ചാടി മറഞ്ഞു. അവർ കസേരയ്ക്കും മേശയ്ക്കും മീതെ ഓടി നടന്ന് നൃത്തം ചെയ്തു. പിന്നെ അവർ വാതിലിലൂടെ പുറത്തു കടന്ന് നൃത്തം ചെയ്തു. പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല. എന്നാൽ അതിനുശേഷം ചെരുപ്പ് കുത്തിക്കൊരിക്കലും മോശമായ സാഹചര്യം ഉണ്ടായിട്ടില്ല. അയാൾ എന്തൊക്കെ ചെയ്താലും അതിലൊക്കെ അഭിവൃദ്ധി ഉണ്ടായി. മിടുക്കൻ മിട്ടു. ഒരു ദിവസം മിട്ടു എന്ന മുയൽ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു സാധനം ദേഹത്ത് തട്ടി. മിട്ടു ഞെട്ടി ഉണർന്നു. അതാ ഒരു കല്ല്. ഇതെവിടെ നിന്നാ? മിട്ടു ചുറ്റും നോക്കി. അപ്പോഴോ ഒരു കരടിക്കുട്ടൻ നിന്ന് ചിരിക്കുന്നു.
അവനാണ് കല്ലെറിഞ്ഞത്. മിട്ടു ഒന്നും മിണ്ടാതെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചിൽ. അയ്യോ രക്ഷിക്കണേ! കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് മിട്ടു ഓടിച്ചെന്നു. അവിടെ അതാ തേനീച്ചകളുടെ കുത്തുകൊണ്ട് വീർത്ത മുഖവുമായി ഇരിക്കുകയാണ് കരടിക്കുട്ടൻ. മിട്ടുവിന് പാവം തോന്നി. നീ വിഷമിക്കണ്ട, ഇതിനുള്ള മരുന്ന് എനിക്കറിയാം. മിട്ടു ഓടിപ്പോയി ഒരു പച്ചില മരുന്നുമായി വന്നു. എന്നിട്ട് മുഖത്തു പുരട്ടി. അതോടെ കരടിക്കുട്ടന്റെ വേദന മാറി. മിട്ടു പറഞ്ഞു, എല്ലാവരെയും വെറുതെ ഉപദ്രവിച്ചു നടന്ന് നിന്നെ തേനീച്ചകളും ഉപദ്രവിച്ചു. ഇനിയെങ്കിലും വികൃതി മതിയാക്കൂ. കരടിക്കുട്ടൻ സമ്മതിച്ചു. ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഈ കഥയുടെ പേരാണ് മിടുക്കനായി തീർന്ന മണ്ടൻ കുഞ്ചു. പണ്ട് കുട്ടികളെല്ലാം ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത്. ദീർഘകാലത്തെ പരിശീലനം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഗുരുവിന് ദക്ഷിണ നൽകി പിരിഞ്ഞു പോകും. അങ്ങനെ ഒരു സംഘം ശിഷ്യന്മാർ ഗുരുവിനോട് വിട പറയാൻ സമയമായി. 10 പേരായിരുന്നു ശിഷ്യന്മാർ. അവരിൽ 9 പേരും സന്തോഷത്തോടെ തിരിച്ചുപോയി. പക്ഷേ 10ാമനായ മണ്ടൻ കുഞ്ചു മാത്രം ഗുരുവിൻ്റെ മുന്നിൽ സങ്കടപ്പെട്ട് നിന്നു. എന്താ കുഞ്ചു, നീ മാത്രം നിൽക്കുന്നത്? ഗുരു ചോദിച്ചു. അപ്പോൾ കുഞ്ചു പറഞ്ഞു, ഗുരു, എനിക്ക് ബുദ്ധിയില്ല, സൗന്ദര്യമില്ല, ധനമില്ല, എനിക്കൊന്നുമില്ല. ശിഷ്യൻ്റെ ഈ സങ്കടം പറച്ചിൽ കേട്ടപ്പോൾ ഗുരു പറഞ്ഞു, നിനക്കൊന്നുമില്ലെങ്കിൽ നീ നിന്റെ 2 കണ്ണുകൾ ചൂഴ്ന്ന് എനിക്ക് തരൂ. ഞാൻ നിനക്ക് 1000 സ്വർണ്ണനാണയങ്ങൾ തരാം. അയ്യോ ഗുരു, 1,00,000 സ്വർണ്ണനാണയങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ കണ്ണുകൾ ആർക്കും കൊടുക്കില്ല. കുഞ്ചു പറഞ്ഞു, നിന്റെ കണ്ണിന് 1,00,000 സ്വർണ്ണനാണയത്തേക്കാൾ വിലയുണ്ടെങ്കിൽ നിന്റെ കൈകൾക്കും കാലുകൾക്കും ഹൃദയത്തിനും തലച്ചോറിനുമെല്ലാം എത്രമാത്രം വിലയുണ്ടാകൂ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഗുരു കുഞ്ചുവിനോട് ചോദിച്ചു. ഗുരുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ കുഞ്ചുവിനും തൻ്റെ വില ബോധ്യമായി. അതോടെ അവന് സങ്കടമെല്ലാം മാറി. അങ്ങനെ മണ്ടൻ കുഞ്ചു പരിശ്രമമായി മിടുക്കനായ ഒരു കുട്ടിയായി മാറി. പൂച്ചക്കാരു മണി കെട്ടും. തങ്ങളുടെ പൊതുശത്രുവായ പൂച്ചയെ എങ്ങനെയൊക്കെ കബളിപ്പിച്ച് രക്ഷപ്പെടാം എന്നതിനെപ്പറ്റി ആലോചിക്കാൻ ചുണ്ടലികൾ പണ്ട് ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർത്തു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും ഒന്നും തന്നെ ആർക്കും സ്വീകാര്യമായില്ല. അവസാനം ചെറുപ്പക്കാരനായ ഒരു ചുണ്ടലി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ സുരക്ഷിതത്തിനുതകുന്ന ഒരാശയം ഞാൻ നിർദ്ദേശിക്കാം. പാത്തും പതുങ്ങിയുമാണല്ലോ പൂച്ച നമ്മെ ഉപദ്രവിക്കുന്നത്. പൂച്ചയുടെ കഴുത്തിൽ ഒരു മണി കെട്ടുകയാണെങ്കിൽ അവൾ അടുത്തുള്ളപ്പോഴെല്ലാം അത് കിലുങ്ങി നമുക്ക് രക്ഷപ്പെടാനുള്ള മുന്നറിയിപ്പ് ലഭിക്കും. സദസ്സ് കൈയടിച്ച് നിർദ്ദേശം അംഗീകരിക്കാനൊരുങ്ങവേ ഒരു വയസ്സൻ ചുണ്ടിൽ ചോദിച്ചു, സംഗതി കൊള്ളാം, പക്ഷേ എനിക്കൊരു സംശയം. പൂച്ചക്കാര് മണി കെട്ടും? എല്ലാവരും പരസ്പരം നോക്കിയെങ്കിലും ആരും മുന്നോട്ട് വന്നില്ല. ഗുണപാഠം: അസാധ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക വളരെ എളുപ്പമാണ്. ഒരിടത്തൊരിടത്ത് ഒരമ്മ കോഴിയും കുഞ്ഞിക്കോഴിയും ഉണ്ടായിരുന്നു. കുഞ്ഞിക്കോഴി മഹാവികൃതിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അമ്മയുടെ ഒപ്പം നാട്ടിലിറങ്ങിയ കുഞ്ഞിക്കോഴി അതാ ആ കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? നമ്മുടെ പൊന്നൻ താറാവ് നല്ല ഉഷാറായിട്ട് നീന്തണു. കുഞ്ഞിക്കോഴിക്കുണ്ടോ സമാധാനം? കുഞ്ഞിക്കോഴി അമ്മയോട് ശാഠ്യം പിടിച്ചു. അമ്മേ, എനിക്കും പൊന്നൻ താറാവ് നീന്തണ പോലെ നീന്തണമെന്ന്. അമ്മ പറഞ്ഞു, പറ്റില്ല കുഞ്ഞെ, നിന്നെ കൊണ്ടുവന്നരാവില്ല എന്ന്. കുഞ്ഞിക്കോഴി അടങ്ങിയിരിക്കുകയോ? ഒരു ദിവസം കാത്തിരുന്ന് കുഞ്ഞിക്കോഴി അമ്മയുടെ കണ്ണും വെട്ടിച്ചങ്ങോട്ട് ഇറങ്ങി. പൊന്നൻ താറാവ് നീന്തണ പോലെ നീന്താനാണ് ശ്രമിച്ചത്. പക്ഷെ കുഞ്ഞിക്കോഴിക്കുണ്ടോ നീന്താനാവണു? കുഞ്ഞിക്കോഴി മുങ്ങിപ്പോയി. കുഞ്ഞിനെ കാണാതെ സങ്കടപ്പെട്ട് അമ്മ ഓടിയെത്തിയപ്പോൾ അതാ കേൾക്കണു കുഞ്ഞിൻ്റെ ശബ്ദം. അമ്മ പൊന്നൻ താറാവ് കേൾക്കെ കരഞ്ഞു. പൊന്നൻ താറാവ് ഓടിയെത്തി. എന്താ അമ്മ കോഴി എന്ന് ചോദിച്ചു. എൻ്റെ കുഞ്ഞതാ വെള്ളത്തിൽ മുങ്ങി പോകണു. പൊന്നൻ താറാവ് ഓടിച്ചെന്ന് കുഞ്ഞിക്കോഴിയെ വാരിയെടുത്ത് കരയ്ക്കെത്തിച്ചു. കരയ്ക്കെത്തി കുഞ്ഞിക്കോഴിയുടെ അമ്മ പറഞ്ഞു, കുഞ്ഞിക്കോഴി, നമുക്കിതിന് പറ്റില്ല. അതൊക്കെ പൊന്നൻ താറാവിനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടല്ല അമ്മ പറഞ്ഞത് നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന്. കഥയിലെ ഗുണപാഠം: മുതിർന്നവർ പറയുന്നത് കുട്ടികൾ വേണം അനുസരിക്കാൻ. ഉരുളക്കിഴങ്ങും ദുഷ്ടനായ വഴുതനങ്ങയും. പണ്ടൊരിക്കൽ ഒരു ഗ്രാമത്തിൽ ഉരുണ്ട ഉരുളക്കിഴങ്ങിൻ്റെ കുടുംബം വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അമ്മ, അച്ഛൻ, കുഞ്ചു, സഞ്ജു ഇങ്ങനെ 4 പേർ അടങ്ങുന്ന കുടുംബം. കുഞ്ചുവിനെയും സഞ്ജുവിനെയും നോക്കുവാൻ വേണ്ടി അവരുടെ അച്ഛൻ എന്നും പഠിപ്പിക്കുവാൻ പോവുമായിരുന്നു. അമ്മ പച്ചമരുന്ന് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു.
കുഞ്ചുവും സഞ്ജുവും ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് കളിക്കാൻ പോവുകയുമൊക്കെ ചെയ്തിരുന്നു. ചുറ്റുമുള്ളവരെ ആവശ്യമുള്ളപ്പോൾ സഹായിക്കുവാനും അവർ മടിച്ചിരുന്നില്ല. ഒരിക്കൽ അവർ കളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് താമസിച്ചു. അന്ന് അമ്മ ഒരുപാട് വിഷമിച്ചിരുന്നു. ഒരു ദിവസം കുഞ്ചുവും സഞ്ജുവും പുറത്ത് കളിക്കാൻ പോയി. പെട്ടെന്ന് അവർ വല്ലാതെ അവശരായി. അവിടെ കിടന്നിരുന്ന ഒരു കൂടയിൽ അവർ വിശ്രമിക്കാൻ തുടങ്ങി. ഒരു തടിയൻ വഴുതനങ്ങയായിരുന്നു അതിൽ നേരത്തെ കിടന്നിരുന്നത്. അവൻ രണ്ടുപേരെയും തൂക്കി പുറത്തിട്ടു. ഈ കൂട എന്റേതാണ്, നിങ്ങളുടേതല്ല, മനസ്സിലായോ എന്ന് ആ തടിയൻ വഴുതനങ്ങ അവരോട് പറഞ്ഞു. കുഞ്ചുവിനും സഞ്ജുവിനും ആകെ വിഷമമായി. അവർ കരയുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് നിങ്ങളുടെ കൂടെയായിരുന്നു എന്ന് സഞ്ജു പറഞ്ഞു. തടിയൻ വഴുതനങ്ങ അവരോട് പറഞ്ഞു, ഹ ഹ ഹ, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ എന്നേക്കാൾ പൊക്കം കുറവല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല. പോ ദൂരെ പൊക്കോ, പോയി വേറെ സ്ഥലം നോക്ക്. സഞ്ജു കുഞ്ചുവിനോട് കൈ തന്ന് സഹായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതുവഴി വന്ന വെണ്ടയ്ക്ക എന്നാ എൻ്റെ കൈ പിടിച്ചോ എന്ന് പറഞ്ഞ് സഞ്ജുവിനെ പറ്റിച്ചു. തടിയൻ വഴുതനങ്ങയും വെണ്ടയ്ക്കയും കുഞ്ചുവിനെയും സഞ്ജുവിനെയും സഹായിക്കുക പോലും ചെയ്തില്ല. മാത്രമല്ല അവരെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. കരഞ്ഞോണ്ട് വന്ന രണ്ടുപേരെയും കണ്ട് അമ്മ നടന്നതെന്താണെന്ന് ചോദിച്ചു. കുഞ്ചുവും സഞ്ജുവും നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. അമ്മ ക്ഷമയോടുകൂടി എല്ലാം കേട്ടു. എന്നിട്ട് അവരെ സുഖമായി കിടത്തി ഉറക്കി. പിറ്റേ ദിവസവും സഞ്ജുവും കുഞ്ചുവും കളിക്കാൻ ഇറങ്ങി. എന്നിട്ട് വഴുതനങ്ങ അവിടെ ഇപ്പോഴും കിടപ്പുണ്ടോ എന്ന് നോക്കി. കൂടയിലേക്ക് നോക്കിയപ്പോൾ ആരെയും തന്നെ അവിടെ കണ്ടില്ല. പെട്ടെന്ന് അവർ ഒരു കരച്ചിൽ കേട്ടു. അവർ നോക്കിയപ്പോൾ മരത്തിന്റെ പിന്നിൽ വഴുതനങ്ങ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. വഴുതനങ്ങ ചേട്ടാ, എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ആദ്യം എന്താ സംഭവിച്ചത് എന്ന് പറയൂ എന്ന് സഞ്ജുവും കുഞ്ചുവും വഴുതനങ്ങയോട് ചോദിച്ചു. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനാ ഞാൻ കരയുന്നത്. വഴുതനങ്ങ പറഞ്ഞത് കേട്ട് അവർ രണ്ടുപേരും വഴുതനങ്ങയുടെ വീട്ടിലേക്ക് പോയി. അവൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവർക്ക് വല്ലാതെ വിഷമം തോന്നി. കുഞ്ചു അമ്മയെ പരിചരിച്ചു. സഞ്ജു വീട്ടിലേക്ക് പോയി. അങ്ങനെ സഞ്ജു അമ്മയുടെ കയ്യിൽ നിന്നും പച്ചമരുന്ന് വാങ്ങി തിരിച്ചെത്തി. ആ പച്ചമരുന്ന് അമ്മയുടെ അസുഖം മാറ്റി. വഴുതനങ്ങ ആലോചിച്ചു, എന്തിനാ ഇവർ ഞങ്ങളെ ഇങ്ങനെ സഹായിക്കുന്നത്? എങ്ങനെയായിരുന്നു ആ കൂടയിൽ വെച്ച് ഞാൻ ചെയ്തു അവരോട് പെരുമാറിയത്? അങ്ങനെയല്ല കുഞ്ചുവും സഞ്ജുവും എന്നോട് കാണിച്ചത്. അന്ന് തൊട്ട് വഴുതനങ്ങ തൻ്റെ സ്വഭാവം മാറ്റുകയും കൂട്ടുകാരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവരും സഞ്ജുവിനെയും കുഞ്ചുവിനെയും പോലെ മറ്റുള്ളവരെ സഹായിക്കുവാൻ തുടങ്ങി. കുറുക്കനും ആടും. പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ വസിച്ചിരുന്നു. ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കുറച്ചു നടന്നപ്പോൾ കുറുക്കന് നല്ല ദാഹം തോന്നി. കുറുക്കൻ ഉടൻ തന്നെ അടുത്ത് കണ്ട ഒരു ആഴം കുറഞ്ഞ കിണറ്റിൽ വെള്ളം കുടിക്കാനായി ഇറങ്ങി. തനിക്ക് മതിയാവോളം വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങിയ കുറുക്കൻ ആകെ വിഷമിച്ചു. അവന് കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല. ആ കിണറ്റിൽ നിന്നും കയറാനായി പടവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല വഴുക്കലുള്ളത് കാരണം പിടിച്ചു കയറാനും കുറുക്കന് കഴിഞ്ഞില്ല. കുറുക്കൻ മനസ്സിൽ കരുതി, ഇനി ഞാൻ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്നും കരയിൽ കയറുന്നത്? തിരിച്ചു കരയിൽ കയറാനായി പടവുകളോ പിടിച്ചു കയറാൻ ഒരു ചെടിയോ വള്ളിയോ പോലെ ഇവിടെയൊന്നും കാണാനില്ല. ഏത് വിധത്തെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടേ മതിയാവൂ. കുറുക്കൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ആ ആട് അതുവഴി വന്നത്. കുറുക്കൻ കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ നിൽക്കുകയാണെന്ന് അറിയാത്ത ആട് കുറുക്കനോട് ചോദിച്ചു, സുഹൃത്തേ, ഈ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണോ? ആടിൻ്റെ ചോദ്യം കേട്ടതും കുറുക്കൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരു ഭയം തോന്നി. അവൻ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ ഇന്ന് വരെ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളമാണ് ഈ കിണറ്റിലേത്. നീ ഇവിടെ ഇറങ്ങി വെള്ളം കുടിച്ചു നോക്കൂ. കുറുക്കൻ്റെ മറുപടി കേട്ട ആട് മറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങി. ആട് കിണറ്റിലേക്ക് ഇറങ്ങിയതും കുറുക്കൻ ഉടൻ തന്നെ ആടിൻ്റെ പുറത്തു ചവിട്ടി കരയിൽ കയറി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആട് അത്ഭുതത്തോടെ കുറുക്കനെ നോക്കി. എന്നാൽ കുറുക്കൻ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതാണ് ആട് കണ്ടത്. അധികം വൈകുന്നതിന് മുമ്പ് തന്നെ കുറുക്കൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ആടിന് മനസ്സിലായി. ആട് മനസ്സിൽ കരുതി, ഞാൻ എന്തൊരു മണ്ടനാണ്. കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ച് മറ്റൊന്നും നോക്കാതെ ഈ കിണറ്റിലിറങ്ങി. ഇനി എങ്ങനെയാണ് ഞാൻ കരയിൽ കയറുന്നത്? ആട് വിഷമത്തോടെ കുറുക്കനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പറ്റിച്ചത്? ഈ കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ പടവുകളൊന്നും ഇല്ലെന്ന് എന്തിനാണ് എന്നിൽ നിന്നും മറച്ചു വെച്ചത്? ഇത് കേട്ടതും കൂസലില്ലാതെ കുറുക്കൻ ആടിനോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് പറയുന്നത്? നിനക്ക് കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് നോക്കാമായിരുന്നില്ലേ? ഉടൻ തന്നെ ആട് പറഞ്ഞു, ഞാൻ നിന്നെ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് നീ പറഞ്ഞത് വിശ്വസിച്ചു.
ദയവായി എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഇത് കേട്ടതും കുറുക്കൻ ആടിനോട് പറഞ്ഞു, നീ ഒരു പരിചയം ഇല്ലാത്ത എന്നെ എന്തിനാണ് വിശ്വസിച്ചത്? എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വൈകും. എനിക്ക് നിന്നെ രക്ഷിക്കാനൊന്നും സമയമില്ല. നിനക്ക് കഴിയുമെങ്കിൽ സ്വയം രക്ഷപ്പെടൂ. ഇത് പറഞ്ഞു കുറുക്കൻ അവിടെ നിന്ന് ഓടിപ്പോയി. പാവം ആടാകട്ടെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ആ കിണറ്റിൽ തന്നെ നിന്നു. വാലുമുറിഞ്ഞ കുരങ്ങൻ. ഒരിടത്തൊരിടത്ത് ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. മഹാവികൃതിയായിരുന്നു അവൻ. എന്തു കണ്ടാലും അതിലൊക്കെ എന്തെങ്കിലും ചെയ്യാതെ അവന് സമാധാനമാവുകയില്ല. ഒരിക്കൽ കാടിനടുത്ത് കുറെ മരം വെട്ടുകാർ വന്നു. അവർ മരം മുറിച്ചു താഴെയിട്ടു. മരം പാതി പിളർന്നു വെച്ച് അതിനിടയിൽ ഒരു മരക്കഷ്ണം തിരുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ഈ തക്കം നോക്കി കുരങ്ങൻ ആ പിളർത്തിയ മരത്തിൽ കയറിയിരുന്നു. എന്നിട്ട് പിളർപ്പിനിടയിൽ വെച്ച മരക്കഷ്ണം ഊരിയെടുക്കാൻ നോക്കി. ഇതിനിടയിൽ കുരങ്ങന്റെ വാൽ പിളർപ്പിനുള്ളിലായത് കുരങ്ങൻ അറിഞ്ഞില്ല. കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പിളർപ്പിനിടയിലെ മരക്കഷ്ണം കുരങ്ങൻ ഊരിയെടുത്തു. ടപ്പേ എന്ന ശബ്ദത്തോടെ പിളർന്നു വെച്ച മരം ചേർന്നടഞ്ഞു. കയ്യിൽ മരക്കഷ്ണവും പിടിച്ച് കുരങ്ങൻ ആർത്തു കരഞ്ഞു. കാരണം പിളർപ്പിനിടയിൽ കുരങ്ങന്റെ വാല് കുടുങ്ങി മുറിഞ്ഞു പോയി. മുറിഞ്ഞ വാലുമായി കുരങ്ങൻ കാട്ടിലേക്ക് ഓടി. അവൻ പിന്നീട് ഒരിക്കലും ആവശ്യമില്ലാത്തിടത്ത് തലയിടാൻ പോയിട്ടില്ല. ഗുണപാഠം: എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഈ കഥയുടെ പേരാണ് മിടുക്കനായി തീർന്ന മണ്ടൻ കുഞ്ചു. പണ്ട് കുട്ടികളെല്ലാം ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത്. ദീർഘകാലത്തെ പരിശീലനം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഗുരുവിന് ദക്ഷിണ നൽകി പിരിഞ്ഞു പോകും. അങ്ങനെ ഒരു സംഘം ശിഷ്യന്മാർ ഗുരുവിനോട് വിട പറയാൻ സമയമായി. 10 പേരായിരുന്നു ശിഷ്യന്മാർ. അവരിൽ 9 പേരും സന്തോഷത്തോടെ തിരിച്ചുപോയി. പക്ഷേ 10ാമനായ മണ്ടൻ കുഞ്ചു മാത്രം ഗുരുവിൻ്റെ മുന്നിൽ സങ്കടപ്പെട്ട് നിന്നു. എന്താ കുഞ്ചു, നീ മാത്രം നിൽക്കുന്നത്? ഗുരു ചോദിച്ചു. അപ്പോൾ കുഞ്ചു പറഞ്ഞു, ഗുരു, എനിക്ക് ബുദ്ധിയില്ല, സൗന്ദര്യമില്ല, ധനമില്ല, എനിക്കൊന്നുമില്ല. ശിഷ്യൻ്റെ ഈ സങ്കടം പറച്ചിൽ കേട്ടപ്പോൾ ഗുരു പറഞ്ഞു, നിനക്കൊന്നുമില്ലെങ്കിൽ നീ നിന്റെ 2 കണ്ണുകൾ ചൂഴ്ന്ന് എനിക്ക് തരൂ, ഞാൻ നിനക്ക് 1000 സ്വർണ്ണനാണയങ്ങൾ തരാം. അയ്യോ ഗുരു, 1,00,000 സ്വർണ്ണനാണയങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ കണ്ണുകൾ ആർക്കും കൊടുക്കില്ല. കുഞ്ചു പറഞ്ഞു, നിന്റെ കണ്ണിന് 1,00,000 സ്വർണ്ണനാണയത്തേക്കാൾ വിലയുണ്ടെങ്കിൽ നിന്റെ കൈകൾക്കും കാലുകൾക്കും ഹൃദയത്തിനും തലച്ചോറിനുമെല്ലാം എത്രമാത്രം വിലയുണ്ടാകൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഗുരു കുഞ്ചുവിനോട് ചോദിച്ചു. ഗുരുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ കുഞ്ചുവിനും തൻ്റെ വില ബോധ്യമായി. അതോടെ അവന് സങ്കടമെല്ലാം മാറി. അങ്ങനെ മണ്ടൻ കുഞ്ചു പരിശ്രമമായി മിടുക്കനായ ഒരു കുട്ടിയായി മാറി.